പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. മകര സംക്രമം എന്നുള്ളതാണ്. സംസ്കൃതം വാക്കായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ ഉപയോഗിച്ച് വരുന്ന ഒരു വാക്കല്ലാത്തതുകൊണ്ടായിരിക്കാം വാക്കിൻ്റെ അർത്ഥം നമ്മളിലേക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. സംക്രമം എന്ന പദത്തിൻ്റെ അർത്ഥം നേരായ മാർഗത്തിലൂടെയുള്ള പരിവർത്തനം എന്നാണ്. ക്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവം, പരിവർത്തനം എന്നാണ്. അനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന ഉത്സവത്തിന്റെ പേരാണ് മകരസംക്രാന്തി, മകരസംക്രമ ഉത്സവം. അപ്പൊ ഇവിടെ പറയുന്നത് സമ്യക്കായ പരിവർത്തനം, നേരായ ദിശയിലൂടെയുള്ള പരിവർത്തനം, മാറ്റം എന്നുള്ളതാണ്. മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. അത് സമ്യക്കായിട്ടുള്ള പരിവർത്തനത്തിന് നമ്മൾ തയ്യാറാകണം എന്നാണ് നമ്മളോട് പറയുന്നത്. അതിന് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് പ്രകൃതിയിലുള്ള ചില ആശയങ്ങളെ, ചില സംഗതികളെ നമ്മുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അതെന്താണ്? നമ്മുടെ പൂർവികന്മാരെ, സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തപ്പോൾ അവർക്കൊരു കാര്യം വ്യക്തമായി. സൂര്യന് അയനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ സ്വഭാവത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ അതിനൊരു ചലനമുണ്ട്, അല്ലെങ്കിൽ ഒരു അയനമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ട് സൂര്യനെ 2 അയനങ്ങളായിട്ട് സങ്കല്പിച്ചു. ഒന്ന് ദക്ഷിണായനം, മറ്റേത് ഉത്തരായനം. അതായത് തെക്കേ ദിശയിലേക്കുള്ള സൂര്യൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് പ്രകടമാകുന്ന അയനം. അപ്പോൾ തെക്കോട്ട് പോകുന്നതിനെ ദക്ഷിണായനം എന്നും സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്രയെ ഉത്തരായനം എന്നും സങ്കല്പിച്ചു. അപ്പോൾ തെക്കേ അറ്റത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യൻ. നാളെ മുതൽക്ക്, നാളത്തെ പ്രഭാതം എന്ന് പറയുന്നത് സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്രയാണ്. വടക്കോട്ടുള്ള യാത്രയ്ക്ക് നമ്മുടെ ഭാരതത്തിൽ വലിയ സങ്കല്പമുണ്ട്, വലിയ അർത്ഥമുണ്ട്. ഉത്തരായണം എന്ന പദത്തിനും അതുപോലെ വലിയ അർത്ഥമുണ്ട്. നമ്മൾ ശ്രീരാമൻ്റെ അയോധ്യയിലേക്കുള്ള യാത്ര ഉത്തരായനമാണ്. അതായത് തെക്കേ അറ്റത്തുള്ള ശ്രീലങ്കയിൽ നിന്ന് ആരംഭിച്ച് രാമൻ്റെ രാജധാനിയിലേക്കുള്ള യാത്ര ഉത്തരായനമായിട്ട് സങ്കല്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കന്യാകുമാരിയിലെ ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മഹാദേവൻ്റെ ഹിമാലയത്തിലേക്കുള്ള യാത്ര ഒരു ഉത്തരായന യാത്രയായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. വലിയ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവങ്ങളാണ് പൂർവികന്മാർ കണ്ടെത്തിയത്. അപ്പോൾ എങ്ങനെ നമ്മുടെ ഉത്തരായനം എന്ന് പറയുന്ന വടക്കോട്ടുള്ള സൂര്യൻ്റെ യാത്രയിൽ എന്താണ് മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ ഉത്തരായനം സംഭവിക്കുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റമാണ് നമുക്ക് പ്രചോദനമായിട്ട് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദക്ഷിണായന കാലത്ത് സംഭവിക്കുന്നത് പകലിൻ്റെ ദൈർഘ്യം കുറയുകയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യും. രാത്രിയാണ് കൂടുതൽ സമയമുള്ളത്, പകൽ കുറഞ്ഞു വരുന്നു. അത് നമുക്ക് അതിൽ നിന്നൊരു സന്ദേശമുണ്ട്. നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. നമ്മൾ തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് പ്രയാണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമുക്ക് കൂടുതൽ ആവശ്യം വെളിച്ചമാണ്, ജ്ഞാനമാണ്, അറിവാണ് നമുക്ക് കൂടുതൽ ആവശ്യം. അപ്പം അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സൂര്യൻ ഉത്തരായനം കാലം നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ, ഭാരതമാകുന്ന നമ്മുടെ ഈ പ്രദേശത്ത് പകൽ സമയം കൂടിക്കൂടി വരാൻ തുടങ്ങും. ഉത്തരായന കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഉദയം മുതൽക്ക് അസ്തമയം വരെയുള്ള നമ്മുടെ ദൈർഘ്യം കൂടുതലാവുകയും നമ്മുടെ കർമ്മക്ഷേത്രങ്ങളിൽ നമുക്ക് കർമ്മം അനുഷ്ഠിക്കാനും നമുക്ക് അറിവ് നേടാനും നമുക്ക് കൂടുതൽ കർമ്മോത്സുകരായിട്ട് നമുക്ക് ഓരോ രംഗത്തും പ്രവർത്തിക്കാനുള്ള അവസരം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഉത്തരായന കാലം. അപ്പം അത് ഭാരതത്തിൽ മാത്രം പ്രത്യേകമായിട്ടും അനുഭവപ്പെടുന്നതായതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു, ഈ ഉത്തരായന കാലം നിങ്ങളുടെ കർമ്മക്ഷേത്രങ്ങളിൽ നിങ്ങൾ സജീവരായിരിക്കുക, സക്രിയരായിരിക്കുക, രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ മണ്ണിനു വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ധർമ്മ രക്ഷകരായി നിൽക്കുക, ധർമ്മപ്രചാരകരായി നിൽക്കുക എന്ന് നമ്മളോട് പറയും. അതിന് ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ ഒരു കാലഘട്ടം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മാറ്റത്തിന് തയ്യാറെടുക്കൂ എന്ന്
നമ്മളോട് പറഞ്ഞ് നമ്മളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്നത്തെ ഈ ഒരു മകരസംക്രാന്തി ദിവസം. അപ്പം ഇന്നത്തെ ദിവസത്തിനല്ല പ്രധാനം, ഇന്ന് മുതൽക്കുള്ള 6 മാസത്തെ ദീർഘകാലത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം ഇനി വരാനിരിക്കുന്ന ഒരു 6 മാസം നമ്മൾ സക്രിയരായിരിക്കണം, നമ്മൾ സജീവരായിരിക്കണം, നമ്മൾ ജ്ഞാനദാഹികളായിരിക്കണം എന്ന് നമ്മളോട് പറയുകയാണ്. എന്ന് മാത്രമല്ല അതിന് ആധ്യാത്മിക വശവുമുണ്ട്. ആധ്യാത്മികം ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, രാവിലെ അമ്പലത്തിൽ വിഷ്ണു സഹസ്രനാമം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ സഹസ്രനാമം ഭീഷ്മാചാര്യരാണ് നമുക്ക് ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ വെച്ച് ഉപദേശിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഭീഷ്മാചാര്യര് അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ് അയാളെ മരണത്തിനെ സ്വാഗതം ചെയ്യാനായിട്ട് മരണം കാത്ത് ശരശയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരാണ് ഈ സഹസ്രനാമം നമുക്ക് ഉപദേശിച്ചത്. അപ്പം അദ്ദേഹം മരണം കാത്ത് അങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹം മരണം കാത്ത് കിടക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഉത്തരായനം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉത്തരായനം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മരിക്കും, അതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ചോദിച്ചാൽ പറഞ്ഞു തരാമെന്നാണ് ഭീഷ്മാചാര്യർ പറയുന്നത്. അപ്പം അന്നേ ദിവസം മരിക്കാൻ തയ്യാറായിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരായനം തുടങ്ങിയ കാലത്ത് സ്വർഗവാതിൽ തുറക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് മോക്ഷത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉത്തരായന കാലം എന്നാണ് നമ്മുടെ ഒരു മതപരമായ വിശ്വാസം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഉത്തരായന കാലഘട്ടം എന്ന് നമ്മളോട് പറയുകയാണ്. അങ്ങനെ പല നിലയ്ക്കും നമ്മുടെ നാട്ടിൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തെ നന്നായി പ്രയോജനപ്പെടുത്തുകയും അത് ഒരു പരിവർത്തനത്തിന് പ്രയോജനകരമാം വിധം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് മകരസംക്രാന്തി. അപ്പോൾ ഈ മകരസംക്രാന്തി ഉത്സവം നമ്മൾ നടത്തുമ്പോൾ അത് സമ്യക്കായ പരിവർത്തനമായിരിക്കണം. എന്ന് വെച്ചാൽ പരിവർത്തനം, വിപ്ലവം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല പല അർത്ഥങ്ങളുണ്ട്. വിപ്ലവം തലതിരിഞ്ഞ വിപ്ലവമാകാം. നമ്മുടെ നാട്ടിലെ നമ്മൾ കേട്ടിട്ടുള്ള പല വിപ്ലവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. മുദ്രാവാക്യത്തിൽ നമ്മൾ വിപ്ലവം ജയിക്കട്ടെ എന്നൊക്കെ പറയും. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള പല വിപ്ലവങ്ങളും നാട്ടിന് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള വിപ്ലവ സിദ്ധാന്തങ്ങളെ വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്യക്കായ വിപ്ലവമാണ്, നേരായ ദിശയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന വിപ്ലവമായിരിക്കണം. ആ പരിവർത്തനത്തിനാണ് മകരസംക്രാന്തി എന്ന പേര് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ആശയമാണ് നമ്മുടെ പൂർവികന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇത് ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത് ശ്രീരാമചന്ദ്രൻ്റെ യുദ്ധത്തിന് ശേഷമുള്ള രാജധാനിയിലേക്കുള്ള തിരിച്ചുവരവ് ഉണ്ടായ സമയത്ത് ഭാരതത്തിലെ ആ അയോധ്യയിലെ ആയിരക്കണക്കിന് ജനത ശ്രീരാമനെ വരവേൽക്കാനായി അവരുടെ എല്ലാം മുമ്പിലും ഗ്രാമങ്ങൾ തോറും നഗരവീഥികൾ തോറും വിളക്കുകൾ കൊളുത്തി, ചെരാതുകൾ കൊളുത്തി പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ശ്രീരാമനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് ഭാരതത്തിലുണ്ടായി എന്ന് നമ്മൾ രാമായണത്തിലൂടെ വായിച്ചിട്ടുണ്ട്. അതിനെ അനുസ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മകരസംക്രാന്തി. അപ്പോൾ മകരസംക്രാന്തിക്ക് നമുക്ക് ദേശീയമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ, ചില ആദർശങ്ങൾ, ചില സത്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് എന്നർത്ഥം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അത് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാലമാണ്. നമ്മൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിയിട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കർമ്മങ്ങളൊക്കെ വിജയിച്ച് അത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇവിടെ നമ്മളെല്ലാവരും എത്തിയത് ഒരു സമ്പർക്കത്തിന് ശേഷമാണ്. നമ്മൾ എത്രയോ വീടുകൾ നമ്മൾ കയറിയിട്ട് അവരുടെ എല്ലാം സന്തോഷം ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്.
ഞങ്ങളിവിടെ എത്താനും ഒരു 2 മിനിറ്റ് വൈകിയതിന് കാരണവും ഞങ്ങളും സമ്പർക്കത്തിലായിരുന്നു. അപ്പോൾ കുറച്ച് വീടുകളിൽ നിന്ന് വാഹനം ഉണ്ടായിരുന്നില്ല, നടന്നിട്ടാണ് സമ്പർക്കം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമ്പർക്കത്തിന് ശേഷമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ആ സമ്പർക്കം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ നമ്മൾ നടത്തുന്ന വലിയ ഒരു സന്ദേശം, വലിയൊരു മാറ്റത്തിൻ്റെ ധ്വജം ഉയർത്തുന്ന ദിവസമാണ് നമ്മളെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ആ വിപ്ലവം, ആ മാറ്റം, ആ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്ന മഹാസംഭവത്തിന് സാക്ഷിയാകാനിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ എല്ലാം മനസ്സ് അത്തരത്തിൽ അഭിമാനത്താൽ നമ്മൾ ഉയർന്നു നിൽക്കുന്ന, നമ്മുടെ ശിരസ് എന്നേക്കുമായിട്ട് നമ്മൾ ഉയർത്തപ്പെടുന്ന ഒരു ദിവസമാണ് ഇനി വരാനിരിക്കുന്ന ജനുവരി 22-ാം തീയതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് ഒരു അമ്പലം ഉയർത്തുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈശ്വരൻ്റെ ക്ഷേത്രം അവിടെ ഉണ്ടാക്കുക എന്നുള്ള കാര്യമേ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉയർന്നു വരുന്നത് ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭമാണ് നമ്മൾ ഉയർത്തുന്നത്. നമ്മൾ 600 വർഷമായിട്ട് അടിമത്ത രീതിയിൽ നമ്മൾ അപമാനത്താൽ നമ്മുടെ മനസ്സും നമ്മുടെ ശിരസും കുനിഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉയർന്നു നിൽക്കാനും, നമ്മുടെ ശിരസ് ഉയർത്തിക്കൊണ്ട് അഭിമാനത്തോട് കൂടിയിട്ട് നമ്മളൊരു ധ്വജം ഉയർത്തുക. അത് ഭാരതത്തിൻ്റെ അഭിമാന ധ്വജമാണ് ഉയർത്തപ്പെടുന്നത്. അപ്പോൾ അവിടെ ഉയർന്നു വരുന്ന ശ്രീരാമക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ധ്വജം ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാന ധ്വജമാണ്. അത് ഉയർന്നു കാണുന്നത് കൂടിയാണ് അതിനും കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് പരിവർത്തനമായിട്ട് നമ്മളെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ നാട്ടിലെ ജനതയെ എത്രയോ വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അടിമകളാക്കി വെക്കുകയും അവരുടെ അഭിമാന ചിഹ്നങ്ങളെ, അവരുടെ ധർമ്മമൂർത്തികളെ, അവരുടെ വിശ്വാസങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് അതിന് പകരം ഇവിടെ മറ്റെന്തെങ്കിലുമൊക്കെ ഉയർത്താൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. ഇവിടെ ഒരു അഭിമാനമുള്ള ജനത ഈ നാട്ടിലെ ഒരു 6000 വർഷത്തോളമായിട്ട് ജീവിക്കുന്നു എന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മളായിട്ട് മാത്രം തുടങ്ങിയതല്ല. ഇത് ഈ നാട്ടിലെ ആദ്യമായിട്ട് നമ്മളത് കാണിച്ചു കൊടുത്തത് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഉയർത്തിക്കൊണ്ടാണ്. അത് ഉയർത്തിയത് നമ്മുടെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള സർദാർ വല്ലഭഭായ് പട്ടേൽ, അതുപോലെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്നവർ, അന്നത്തെ കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളായിരുന്നവർ, അന്നത്തെ ദേശീയ നേതാക്കന്മാരെല്ലാവരും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ആദ്യം ഉയർത്തേണ്ടത് സോമനാഥ ക്ഷേത്രമാണ് എന്ന് പറയുകയും അതിന് ദേശമാസകലം നമ്മളെ ആളുകളെ സമീപിക്കുകയും അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഉയർത്തിയത് സോമനാഥ ക്ഷേത്രമാണ്. അത് ഗുജറാത്തിലാണ്. ആ സോമനാഥ ക്ഷേത്രം ഇന്നും അവിടെ പ്രോജ്വലിച്ച് നിൽക്കുകയാണ് അഭിമാനം കൊണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം കൂടി നിർവഹിക്കാനുണ്ട് എന്ന് അന്നേ പറഞ്ഞിരുന്നു. അത് നെഹ്റുവിൻ്റെയും അതുപോലെ അന്നത്തെ മന്ത്രിസഭയിലും ഒക്കെ ഉന്നയിച്ചു. ശ്രീരാമൻ്റെ ക്ഷേത്രം കൂടി ഇതുപോലെ നമുക്ക് ഉയർത്തേണ്ടതുണ്ട് എന്ന് പറയുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ പല പ്രശ്നങ്ങൾ, പല കേസുകൾ, പല പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമ്മുടെ അഭിമാനം പിന്നെയും വലിച്ചു നീട്ടി. നമുക്കങ്ങനെ കുറേ സമയമെടുത്തു. അങ്ങനെ സമയമെടുത്തിട്ടാണെങ്കിലും നമ്മൾ നിരന്തരം പോരാട്ടത്തിലായിരുന്നു. ഭാരതത്തിലെ രാമഭക്തരെന്ന് മാത്രമല്ല, ദേശാഭിമാനികളായിട്ടുള്ള എല്ലാവരും പോരാട്ടത്തിലായിരുന്നു. അവരുടെ പോരാട്ടം പലതരത്തിൽ അവർ നടത്തിക്കൊണ്ടേയിരുന്നു. അതേ സമയത്ത് എല്ലാവരും അതിനു വേണ്ടിയുള്ള അതത് നാടുകളിലെ പ്രയത്നം ആരംഭിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഒരു ക്ഷേത്രം ഉയരുമ്പോൾ നമ്മൾ സ്മരിക്കപ്പെടുന്നത് അതിനു വേണ്ടി പോരാടിയ ആയിരക്കണക്കിന് പോരാളികളെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. മരണത്തെ വരിച്ച അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു. മരണത്തെ സ്വീകരിച്ച ധാരാളം ഗ്രാമീണരുണ്ടായിരുന്നു. ധാരാളം രാമഭക്തന്മാരുണ്ടായിരുന്നു. മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ ആ പോരാട്ടം തുടർന്നു. കർസേവകരായിട്ട് വന്നിട്ടുള്ള അവരെയും ഇതുപോലെ ആ യുദ്ധത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ പട്ടാളവുമായിട്ട് നമുക്ക് എതിരിടേണ്ടതായി വന്നു. ആ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് അല്ലെങ്കിൽ ലാത്തി ഏറ്റ് ഒക്കെ നൂറുകണക്കിന് കർസേവകരും മരിക്കപ്പെട്ടു.
മരിച്ചുപോയി. അപ്പം ഇങ്ങനെയുള്ള ഇതിനു വേണ്ടി പോരാടിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ, സഹോദരന്മാരുടെ, രാമഭക്തരുടെ അവരുടെ സഫലമാക്കാത്ത ആ അഭിലാഷത്തെ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അവരെ വണങ്ങുന്നു, നമ്മൾ അവരുടെ ആ പോരാട്ടത്തെ വണങ്ങുന്നു, അവരെ സ്മരിക്കുന്നു. അവരെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ധ്വജം അവിടെ ഉയർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്ക് സ്മരിക്കാൻ അങ്ങനെ ആയിരക്കണക്കിന് കർസേവകന്മാരുണ്ട്. അവരുടെയൊക്കെ അഭിമാനത്തെ നമ്മൾ നമ്മുടെ മനസ്സിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധ്വജം അവിടെ ഉയർത്തുന്നത്. ഇതിനെല്ലാം കാരണമായത് ഒരു രാമൻ എന്നുള്ള, ശ്രീരാമൻ എന്നുള്ള നാമമാണ് ഇതിനെല്ലാം കാരണമായത്. എന്താണ് ഈ ശ്രീരാമനും നമ്മുടെ ദേശീയ ജനതയും നമ്മുടെ രാഷ്ട്രവുമായിട്ട് എന്താണ് ബന്ധം? ശ്രീരാമൻ ഇല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രീരാമൻ എന്നുള്ള പേര് നമ്മൾ അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു എന്ന് വിചാരിക്കുക, എന്നേക്കുമായിട്ട് എല്ലാ നിഘണ്ടുവിൽ നിന്നും മായ്ച്ചു കളഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ അവശേഷിക്കുന്നത്? നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഗ്രന്ഥങ്ങളും, എല്ലാ തരത്തിലുള്ള കലകളും, എല്ലാ തരത്തിലുള്ള ഗ്രന്ഥങ്ങളും, എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെ പല പല കാര്യങ്ങളും അപ്പം മായ്ക്കപ്പെടും. കാരണം അത്രത്തോളം ഈ രാമൻ്റെ ജീവിതത്തെ നമ്മുടേതാക്കി, നമ്മുടെ ദേശീയ ജീവിതത്തെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിലെ പ്രാധാന്യം. അപ്പം രാമനില്ലാതെ നമുക്ക്, രാമൻ്റെ അല്ലെങ്കിൽ രാമായണങ്ങളില്ലാതെ നമുക്ക് ഭാരത ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാ കാലത്തും നമ്മുടെ ദേശീയ ജനതയെ അതിൻ്റെ ഊടും പാവുമായിട്ട് അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ ഭാരത ജനതയെ ഒന്നാക്കി നിർത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ ഭാഷയല്ല, അത് അവരുടെ വേഷമല്ല, അത് അവരുടെ ഭക്ഷണമല്ല, അത് ഒരേ ഒരു നാമമാണ്. ശ്രീരാമൻ്റെ നാമം ആയിരുന്നു അതിന് കാരണമായത്. അത് നിങ്ങൾക്ക് എപ്പോഴാണ് ബോധ്യപ്പെട്ടത് അടുത്ത കാലത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത കാലത്ത് രാമായണം ഒരു സീരിയലായിട്ട് വരികയുണ്ടായി, നമ്മുടെ TV സീരിയലായിട്ട്. അന്ന് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. കാരണം ആ സീരിയൽ കാണാനായിട്ട് രാജ്യവ്യാപകമായിട്ട് എല്ലാവരും അന്ന് ഞായറാഴ്ച എന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ എണീറ്റ് പത്രം വായിച്ച കഥ മനസ്സിലാക്കി, ഹിന്ദിയിലായിരുന്നു ആദ്യം, ആ കഥ മനസ്സിലാക്കിയിട്ട് ഈ TV-യുടെ മുമ്പിൽ കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ ഇരിപ്പിടങ്ങൾ കരസ്ഥമാക്കിയിരുന്നു എന്നുള്ളൊരു സത്യമുണ്ട്. അത് ആസേതു ഹിമാചലം, അല്ലെങ്കിൽ ഗുജറാത്ത് മുതൽ അങ്ങ് ആസാം വരെയുള്ള എല്ലായിടത്തും ഇത് സംഭവിച്ചു. നമ്മളെ എല്ലായിടത്തും നമ്മുടെ ഭാഷകൾക്ക് അതീതമായിട്ട്, നമ്മുടെ എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങൾക്കും അതീതമായിട്ട് നമ്മളെ ഒന്നാക്കി മാറ്റിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ശ്രീരാമൻ്റെ കഥ കേൾക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ്. അതാണ് ഈ ഭാരതത്തെ ഒന്നിപ്പിച്ച ഒരു സത്യം. അപ്പം ഈ രാമരാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് മഹാത്മാഗാന്ധി വെറുതെ പറഞ്ഞതല്ല. കാരണം രാമൻ്റെ രാജ്യത്തെ എൻ്റെ സ്വപ്നം അതാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ഞാനിവിടെ ഒരു ഭരണാധികാരിയാവുകയാണെങ്കിൽ ഇവിടെ രാമരാജ്യമാണ് സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് രാഷ്ട്രപിതാവിന് പറയാൻ സാധിക്കണമെങ്കിൽ രാമൻ അത്രയും ഈ ദേശത്തിൻ്റെ മണ്ണുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സത്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് അത് നമ്മളും മനസ്സിലാക്കണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജീവനാഡിയാക്കിക്കൊണ്ട്, അതിൻ്റെ ആത്മസത്തയാക്കിക്കൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരേ ഒരു കാര്യം ശ്രീരാമനാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശ്രീരാമൻ്റെ ആ രാമായണത്തെയോ അല്ലെങ്കിൽ ആ രാമകഥയെയോ നമുക്ക് ഒരിക്കലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. അത്രമാത്രം അത് തന്മയീഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, രാഷ്ട്ര ജീവിതത്തിൽ. അപ്പോൾ ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിന്, ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നതിന് എല്ലാ കാലത്തും പ്രചോദനവും ജീവനും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഊർജവുമായിരുന്നത് ഈ ശ്രീരാമൻ്റെ കഥയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രം അവിടെ ഉയരുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു അമ്പലം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇനി പുതിയതായിട്ടൊരു അമ്പലം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരമാണ്. അത് പുതിയതായിട്ടൊരു അമ്പലം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ രാഷ്ട്രത്തെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനായിട്ട് എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ള ചില സത്യങ്ങൾക്കായിക്കൊണ്ടുള്ള ഉയർന്നു നിൽക്കുന്ന ഒരു നിതാന്തമായിട്ടുള്ള ഒരു നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിലേക്കാണ് നമ്മൾ ഈ 22-ാം തീയതി നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ അതൊരു
നിസ്സാരമായിട്ടുള്ള വിജയമല്ല. നമ്മുടെ ആയിരക്കണക്കിന് വർഷത്തെ തുടർച്ചയായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. അതിൽ സാധാരണ കർസേവകൻ മുതൽക്ക് സുപ്രീം കോടതിയിലെ വക്കീലായിട്ടുള്ള പരാശരൻ വരെയുള്ളവരുണ്ട് ഈ ക്ഷേത്രത്തിന് വേണ്ടി വാദിച്ചവർ. അതിൽ അവിടെ ഉണ്ടായിരുന്ന മന്ദിരത്തിൻ്റെ മുകളിൽ കയറി അന്നത്തെ ഭരണാധികാരികളുടെ വെടിയേറ്റ് മരിച്ച കോത്താരി സഹോദരന്മാർ മാത്രമല്ല, അതിനുവേണ്ടി ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് രഥയാത്ര നടത്തിയിട്ടുള്ള ദേശീയ നേതാക്കന്മാർ വരെയുണ്ട്. അങ്ങനെ അനേക തലത്തിൽപ്പെട്ടിട്ടുള്ള വളരെ ചെറിയ പ്രവർത്തകന്മാർ മുതൽക്ക് ഉയർന്ന ശ്രേണിയിലുള്ള അനേകം സന്യാസിമാർ, അനേക രാഷ്ട്രീയ നേതാക്കന്മാർ, അനേക പ്രവർത്തകർ, എല്ലാ തലത്തിലുമുള്ള സേവകന്മാർ, ഇവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം അവിടെ ഉയരുന്നത്. അതിൽ നമ്മുടെ നാട്ടിലും അതിനൊരു പങ്കുണ്ട്. എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഈ തച്ചനാട്ടുകരയിൽ നിന്നും പോലും അതിൻ്റെ ആവശ്യത്തിനായിക്കൊണ്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് പോയിട്ടുള്ള കർസേവകന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. അതിലൊരാളുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പൂട്ടിയേട്ടൻ. അപ്പം അപ്പൂട്ടിയേട്ടൻ അത് അങ്ങനെ പോകുമ്പോൾ വീട്ടിൽ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നില്ലെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. എങ്കിൽ അപ്പൂട്ടിയേട്ടൻ്റെ കൂടെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് പാലോട്ടിലുള്ള ഒരു സുകുമാരൻ, അന്ന് 20 വയസ്സ് പ്രായമേ ഉള്ളൂ, ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ഇപ്പം സുകുമാരൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അപ്പൂട്ടിയേട്ടൻ ഇപ്പോഴും ഊർജ്ജസ്വലനായിട്ട്, കാരണം ഈ രാമന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെ ആ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് ഇപ്പോഴും അഭിമാനത്തോടു കൂടിയിട്ട് ഈ കല്ലും മുള്ളും താണ്ടിയിട്ട് ഇന്നും കർമ്മനിരതനായിക്കൊണ്ട് സമ്പർക്കത്തിൽ ഇന്നും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള ആലോചന. അദ്ദേഹം അത്യധികം ആഹ്ലാദിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഫലമാകാൻ പോകുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു 22-ാം തീയതിയിലെ ആ പരിപാടിക്ക് ശേഷം കർസേവകന്മാരെ മാത്രം ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ അപ്പൂട്ടിയേട്ടൻ നമ്മുടെയൊക്കെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്കും സന്തോഷിക്കാം. അപ്പം ഇത് നമ്മുടെ ദേശത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ഓരോ ഗ്രാമത്തിൽ നിന്നും നമ്മളെ പൂജിച്ച ശ്രീരാമ മന്ത്രം എഴുതിയിട്ടുള്ള ഇഷ്ടികകൾ അയോധ്യയിലേക്ക് പോയിട്ട് അവിടെ അതിരിക്കുന്ന കാണാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മുടെ ഭാഷയിൽ എഴുതിയ, മലയാളത്തിൽ എഴുതിയ ശ്രീരാം, ജയ് ശ്രീരാം എന്നെഴുതിയ ഇഷ്ടികം അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ കാശ്മീരി ഭാഷയിൽ എഴുതിയ ഇഷ്ടികം അവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ ഓരോ ഇടത്തു നിന്നും അണ്ണാൻ കുഞ്ഞൻ തന്നാലായതെന്നുള്ള പോലെ അവിടേക്ക് പ്രവാഹമാണ്. ഇന്നത് ഏതെങ്കിലും മതപരമായ ഒരു കാര്യമേ അല്ലാതായി മാറിയിരിക്കുന്നു. അനേകം മുസ്ലിങ്ങളും അല്ലെങ്കിൽ മറ്റു മതസ്ഥരും ഇതിലെ സജീവമായി പങ്കെടുക്കുന്നു. ഒരു പെൺകുട്ടി തന്നെ നടന്നിട്ടാണ് അവിടേക്ക്, നടന്ന യാത്രയാണ്. വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനേകം പേര് ഈ ഒരു ഇതൊരു വലിയ മഹാനദിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവാഹത്തിൽ അങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ മകരസംക്രാന്തി എന്ന് പറയുന്ന ഈ പരിവർത്തനത്തെ, അത് ഇനിയും നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അത് കേവലം ഒരു അമ്പലം ഉണ്ടാക്കി എല്ലാം അവസാനിക്കുന്നില്ല. അത് അവസാനിക്കാതെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ധർമ്മരാജ്യം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ, ധർമ്മ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളും എന്തായി മാറണം? ഈ ശ്രീരാമൻ്റെ ഗാന്ധീവം നമ്മുടെ അല്ലെങ്കിൽ കോദണ്ഡം നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് ധർമ്മപ്രചാരകനാകാൻ പറ്റും. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ധർമ്മത്തിന് വേണ്ടിയിട്ട് നമുക്കും ശ്രീരാമനെ പോലെ നമുക്ക് ഇറങ്ങി നടക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അതിന് കുറച്ച് ധൈര്യം വേണം. സത്യമേവ ജയതേ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ സത്യം പാലിക്കുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ധർമ്മത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
അതിനുള്ള ശ്രമമാണ് ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള നമുക്ക് ചെയ്യാനുള്ള കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ സീതമാരുണ്ടാകും, ലക്ഷ്മണന്മാരുണ്ടാകും. നമ്മുടെ പോരാട്ടത്തെ സജീവമാക്കാൻ വേണ്ടി ഹനുമാൻജിയും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അതെന്താണ് അങ്ങനെ ഉറപ്പിക്കാം എന്ന് പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കഥ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ സമയമുണ്ടോ അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് കർസേവകന്മാരും എല്ലാ ഭാഗത്തു നിന്നും പോയപ്പോൾ അവിടെ യുദ്ധസമാനമായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു അയോധ്യയിൽ. അന്ന് എല്ലാ കവലകളും അടയ്ക്കപ്പെട്ടിരുന്നു. എല്ലാ ഇടവഴികളിലും പോലീസുകാരും പട്ടാളവും നിന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും അയോധ്യയിലേക്ക് പ്രവേശിക്കാത്ത വിധത്തിൽ അയോധ്യ മുഴുവനും വളയുകയും അവിടെ ബന്ധിക്കപ്പെടുകയും ചെയ്തു. അവിടേക്കാണ് ഈ കർസേവകന്മാർ വഴി അറിയാത്ത, ഭാഷ അറിയാത്ത, ആ സ്ഥലത്തെപ്പറ്റി ഒന്നും നിശ്ചയമില്ലാത്ത ആളുകൾ അവിടേക്ക് പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു എന്നറിയാം. അപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള അശോക് ജി, അവൈദ്യനാഥ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർ, അവരെല്ലാം മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ കർസേവകരെ നയിക്കുന്നത്. അവർ പിന്നിലല്ല. അവർ ഈ കർസേവകരുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പട്ടാളം ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നിടത്തേക്കാണ് ഇവർ പോകുന്നത്. തീർച്ചയായിട്ടും അവർക്ക് വലിയ അടി, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഉപയോഗിക്കപ്പെട്ടു. നേതാക്കന്മാരൊക്കെ വീണു. അപ്പോൾ പിന്നിലുള്ള അണികൾക്ക് ഇനി രക്ഷയില്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നു. കാരണം ബാരിക്കേഡിൻ്റെ മുമ്പിൽ ഇവർ നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ എത്ര കർസേവകരുണ്ടോ അതിൻ്റെ ഒരു 3 ഇരട്ടി പോലീസും പട്ടാളവും അപ്പുറത്ത് ആയുധ സന്നദ്ധരായി നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നേതാക്കന്മാരൊക്കെ രക്തം ഒലിച്ചുകൊണ്ട് പലരുടെയും ബോധം നഷ്ടപ്പെട്ട് വീണ് കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് കർസേവകരുടെ, നമ്മുടെയൊക്കെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർസേവകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 2-3 ബസ്സുകൾ അവിടേക്ക് വരികയുണ്ടായി. ആ സമയത്ത് അങ്ങനെ ബസ് കുറച്ച് ദൂരം നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് കർസേവകർ കണ്ടു, തങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വണ്ടികളാണെന്ന് അവിടെ അനൗൺസ് ചെയ്യപ്പെട്ടു. പക്ഷേ അടുത്ത നിമിഷത്തിൽ സംഭവിച്ച അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലൊരു ബസ് അതിവേഗത്തിൽ മുന്നോട്ട് വരികയാണ്. അതിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത് അസാധാരണ ശക്തിയുള്ള മസിൽ പവർ ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള നല്ല തീക്ഷ്ണമായിട്ടുള്ള ദൃഷ്ടിയുള്ള, തല ഉയർത്തിപ്പിടിച്ച ഒരു ഡ്രൈവറാണ് ഇത് ഓടിക്കുന്നത്. ആരാണെന്ന് ആർക്കും മനസ്സിലായില്ല. ആ ഡ്രൈവർ അതിവേഗം വണ്ടി ഓടിച്ച് പോലീസുകാരുടെ ഇടയിലേക്ക് അതിവേഗം ഓടിച്ചു വരികയാണ് ഈ വണ്ടി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും പട്ടാളക്കാരൊക്കെ 2 ഭാഗത്തേക്ക് നിൽക്കുകയും അവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡുകളെ തകർത്തുകൊണ്ട് ഈ വണ്ടി അവിടെ ഉണ്ടായിരുന്ന രാമ മന്ദിരത്തിൻ്റെ നേരെ ഓടിച്ചു പോവുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം തല പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാവരെയും ഇങ്ങനെ കൈ കാണിച്ചു എന്നാണ് പറയുന്നത്. കാണിച്ച സമയത്ത് കർസേവകന്മാർ അതീവ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള പണ്ട് അഭിമന്യു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയതുപോലെ ആയിരക്കണക്കിന് കർസേവകന്മാർ ആ ബസ്സിന് പിറകിലായിട്ടാണ് ഈ കർസേവക ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ അവരവിടെ എത്തിച്ചേർന്നപ്പോൾ ആ ബസ് തകർന്ന് തരിപ്പണമായത് കണ്ടെങ്കിലും ആ ഡ്രൈവറെ ആ പരിസരത്തെങ്ങും പിന്നെ കണ്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന എന്തോ ഒന്ന്. രാമൻ അവിടെ ഒരു അത്ഭുതം കാണിച്ചു എന്ന് നമുക്ക് പ്രകടമാക്കി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഹനുമാൻ അവിടെ പ്രത്യക്ഷമായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ടായി. അങ്ങനെയാണ് ആ കർസേവ അവിടെ അന്ന് നടക്കുന്നത്. അതിനുശേഷമുള്ളതൊക്കെ ചരിത്രം. അപ്പം ഇങ്ങനെ നമ്മുടെ അനേക കഥകൾ, അനേക സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. കോടതിയിൽ വാദിച്ചിട്ടുള്ള ഒരു രാമഭദ്രാചാര്യൻ എന്ന് പറയുന്ന ഒരു വക്കീലിൻ്റെ കഥ ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ടതാണ്. അദ്ദേഹം അന്ധനാണ്, കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളായിരുന്നു. അദ്ദേഹമാണ് ശ്രീരാമക്ഷേത്രത്തിനു വേണ്ടി വാദിക്കാൻ സുപ്രീം കോടതിയിൽ ഒരു ദിവസം വന്നത്. അപ്പം അദ്ദേഹത്തിന് എന്ത് പറയാൻ പറ്റും? കണ്ണ് കാണാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള രേഖകളിൽ നിന്ന് എടുത്ത് വായിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കണ്ണില്ല. പക്ഷെ അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ മനക്കണ്ണിൽ നിന്ന് കൃത്യമായ കണക്കുകൾ വെച്ച ഓരോ ഗ്രന്ഥങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെക്കോർഡുകളുടെയും രേഖകൾ പേജ് നമ്പർ സഹിതം വെച്ചുകൊണ്ടാണ് വാദിച്ചത്. അങ്ങനെ ആ രാമഭദ്രാചാര്യൻ എന്ന് പറയുന്ന വക്കീല് അന്ന് മണിക്കൂറുകളോളം അവിടെ സുപ്രീം കോടതിക്ക് മുമ്പിൽ ഈ രാമക്ഷേത്രത്തിൻ്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് രാമക്ഷേത്രം അവിടെ നിലനിന്നു എന്ന സത്യത്തെ തുറന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാദിച്ചു. അങ്ങനെ നമ്മൾ അറിയാത്ത അനേകം ആയിരം ആളുകളുടെ പ്രയത്നത്തിലാണ് ഇത് ഉയർന്നു വരുന്നത്, ഈ ക്ഷേത്രം. അപ്പോൾ ഇതൊരു കേവലം ഒരു അമ്പലം പണിയലല്ല, ഇത് രാഷ്ട്രദേവതയുടെ അല്ലെങ്കിൽ രാഷ്ട്രമന്ദിരമാണ് ഇത് ഉയർന്നു വരുന്നത്, രാഷ്ട്രത്തിൻ്റെ അഭിമാനമാണ് ഉയർന്നു വരുന്നത് എന്ന് നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ആ ഒരു മനസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള 6 മാസം നമുക്ക് ഇത് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഉത്സവമാക്കി മാറ്റണം. അതിനുള്ള ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ 20 മിനിറ്റാണ് സമയം പറഞ്ഞിരുന്നത്. എന്തായാലും ഈ ഒരു മകരസംക്രാന്തി ദിവസത്തിൽ നമുക്ക് വളരെയേറെ അഭിമാനിക്കാവുന്ന, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു ശ്രീരാമ മന്ത്രമായിട്ട്, ഒരു ശ്രീരാമ അവതാരം ആയിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കാനുണ്ട്, പറയാനുണ്ട്. ക്ഷേത്രത്തെ അന്ന് അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇതുവരെയും നമ്മൾ കാണാത്ത, ഇതുവരെയും കേൾക്കാത്ത ഒരുപാട് കഥകൾ തുറന്ന് കാണിക്കാനുള്ള ദിവസമാണെന്ന്. ഇതുവരെയും ഒരു TV ചാനലുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അന്നേ ദിവസം മാത്രമേ അനാവരണം ചെയ്യപ്പെടുകയുള്ളൂ. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ എല്ലാ നിലയ്ക്കും നമ്മുടെ ലോകത്തിന് മുമ്പിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു വാക്യമുണ്ടായിരുന്നു: അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചൈവ സപ്തൈത മോക്ഷദായിക. അതിലൊന്നാമത്തേത് അയോധ്യയാണ്. അയോധ്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യയിലെ, ഭാരതത്തിലെ മറ്റ് മോക്ഷദായകങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ. അയോധ്യ, മധുര, മായ, കാശി കാഞ്ചി അവന്തിക. അപ്പോൾ ആദ്യം നമ്മൾ അയോധ്യയിൽ പോകണം. അയോധ്യയിൽ പോയതിനു ശേഷം മറ്റ് മോക്ഷം തരുന്ന സ്ഥാനങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രധാനമായിട്ടുള്ള അയോധ്യയുടെ ചരിത്രം മാറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇരിക്കുന്നത് പോലെ ഒരു സാധാരണ സ്വയം സേവകനായിരുന്ന നരേന്ദ്രദാസ് ദാമോദർ മോദിജിയുടെ നേതൃത്വത്തിൽ അവിടെ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്ന ആ രാഷ്ട്രമന്ദിരം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാൻ, നമുക്കിനിയും നന്നായി പ്രവർത്തിക്കാൻ, നമുക്ക് കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ രാഷ്ട്രം ഉയരുകയാണ്, രാഷ്ട്രം അതിൻ്റെ പൂർവ്വ വൈഭവത്തെ വീണ്ടും ഗുരുസ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ ദിവസേന നമ്മൾ ചൊല്ലാറുണ്ട്, പരം വൈഭവം നേതുമേധസ്വ രാഷ്ട്രം. അതാണ് നമ്മുടെ ലക്ഷ്യം. പരമവൈഭവത്തിലേക്ക് രാഷ്ട്രത്തെ ഉയർത്തുക എന്നുള്ളതാണ്. അത് ഉയർത്തുക എന്നുള്ളത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, പ്രാർത്ഥന ചൊല്ലിയിട്ട് പിരിഞ്ഞാൽ പോരല്ലോ. അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ചില ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മൾ പറയുന്ന പ്രാർത്ഥനയുടെ അത് എങ്ങനെയാണത് നടത്തി കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അപ്പം അത് നമുക്കൊക്കെ അതിൽ പങ്കുണ്ടായിരുന്നു. ഞാനത് ചെയ്തിരുന്നു, ഞാനന്ന് സമ്പർക്കത്തിന് പോയിരുന്നു, ഞാൻ വീടുകളിൽ പോയി ഇതിനെ പറ്റി പറഞ്ഞു എന്നൊക്കെ നമുക്ക് പിന്നീട് ഓർമ്മിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇനിയുമുള്ള ദിവസങ്ങളിലും നമുക്കതിൽ പങ്കെടുക്കേണ്ടതുണ്ട്, പങ്കാളികളാവേണ്ടതുണ്ട്. അപ്പോൾ 22-ാം തീയതി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ അന്ന് അയോധ്യയിൽ ശ്രീരാമനെ എങ്ങനെ വരവേറ്റുവോ അതേപോലെ നമ്മുടെ ഗ്രാമങ്ങളിലെ, നമ്മുടെ വീടുകളിലെ വിളക്കുകൾ കൊളുത്തിക്കൊണ്ട് നമ്മൾ ഈ രാഷ്ട്രമന്ദിരം ഉയർന്നു വരുന്ന ആ ദിവസത്തിലെ ശ്രീരാമ ജ്യോതി കത്തിച്ചുകൊണ്ട് നമുക്ക് ആ ദിവസത്തെ ധന്യമാക്കേണ്ടതുണ്ട്, മനോഹരമാക്കേണ്ടതുണ്ട്. അപ്പം അതിന് ആരും മടി കാണിക്കാതെ എല്ലാവരാലും ഇത് സാധ്യമാക്കണം. കൂടാതെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ, ഗ്രാമക്ഷേത്രങ്ങളിലൊക്കെ അന്ന് വിളക്കുകൾ കൊളുത്താനുള്ള സംവിധാനം ചെയ്യുക. ചുറ്റുവിളക്കുകൾ അന്ന് വൈകിട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഉത്സവം
പരിവർത്തനത്തിൻ്റെ എന്ന് പറയുന്ന ഈ വിപ്ലവത്തിൻ്റെ വലിയ വിപ്ലവം നമ്മൾ നടത്താൻ പോവാണ് ഭാരതം. അപ്പം അത് ലോകത്തിന് മാതൃകയായിട്ടുള്ള വിപ്ലവമാണ്. നമ്മൾ കേരളം മതം അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കാര്യമേ അല്ല ഇത്. മതത്തിനപ്പുറത്തുള്ള വലിയ കാര്യങ്ങളിലേക്കാണ് ഭാരതം എല്ലായ്പ്പോഴും മുന്നോട്ട്. മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ ഭാരതം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കാനും പോകുന്നില്ല. ഭാരതത്തിന് അതിൻ്റെ അല്ലാത്ത അനേകം ആധ്യാത്മിക ശക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആധ്യാത്മികതയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഭാരതം, ധാർമ്മികതയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഭാരതം, സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. അതിന് ഒരു മതത്തിൻ്റെയും കൂട്ട് ആവശ്യമില്ല. അപ്പം ആ ഒരു ധർമ്മത്തെയും സത്യത്തെയും ആസ്പദമാക്കി മുറുകെ പിടിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയ ശ്രീരാമനെ പോലെ നമുക്കും നമ്മുടെ ധർമ്മത്തിന് വേണ്ടി കുറച്ച് സമയമെങ്കിലും പ്രവർത്തിക്കാനും രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയിൽ പങ്കാളികളാവാനും ഇനിയുള്ള ഒരു 6 മാസം നമുക്ക് കഠിന പ്രയത്നം ചെയ്യാം. അതിനുള്ള ശബ്ദമാകട്ടെ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രാർത്ഥന. അതുകൊണ്ട് എല്ലാവർക്കും മകരസംക്രാന്തി ഉത്സവ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്തേ. രാമ രാമ രാം 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 ജയ രാം.